തായ്ലൻഡിലെ മറ്റൊരു എക്സ്പീരിയൻസ് അയർലൻഡിലുള്ള വിനോദങ്ങളാണ്. ഏകദേശം 12-14 ഐലൻഡ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് ഫിഫി, പിന്നെ കോഡ, തമിൻ, ചിക്കൻ ചിക്കൻ ഐലൻഡ്, പിന്നെ വെറൈറ്റി മങ്കി ഐലൻഡ്, ബാംബു ഐലൻഡ്. ഈ ബാംബു ഐലൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതുകൂടി പറയാം, രസമുണ്ട്. പേര് ബാംബു ഐലൻഡ് ആണെങ്കിലും ധാരാളം ബാംബു, അതായത് മുളകൂട്ടൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വെള്ളപ്പൊക്കം, സുനാമിയും ഇതൊക്കെ വന്നതോടുകൂടി എല്ലാം കംപ്ലീറ്റ് നശിച്ചുപോയി. എന്നിട്ട് പിന്നെ കുറെ പൈൻസ് ഒക്കെ ഇട്ടിട്ട് വളരെ പേരിന് മാത്രമേ ഇപ്പോൾ ബാംബു ഉള്ളൂ. പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പൈൻ കാടുകളാണ്. എന്നാൽ പോലും വളരെ ഗംഭീര ബീച്ചാണ്, വളരെ ശാന്തമായ ഒരു കടലും നല്ല നല്ല പഞ്ചാര പോലുള്ള മണലും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ജലവിനോദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റിവർ റാഫ്റ്റിംഗ് കൂടാതെ അവിടെയുള്ള പ്രത്യേകത, നമ്മൾ സ്പീഡ് ബോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്നോർക്കലിംഗ് ഒരു ഗംഭീര അനുഭവമാണ്. ഈ നമ്മൾ ഈ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഫിറ്റ് ചെയ്തിട്ട് അത് കടിച്ചു പിടിച്ചിട്ട് ഗോഗിൾസ് ഫിറ്റ് ചെയ്തുകൊണ്ട് വെള്ളത്തിനുള്ളിലേക്ക് നോക്കും. അപ്പോൾ കോറൽസ് അതുപോലുള്ള മീനുകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ആണ് ഈ സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി മാത്രം ആളുകൾ വരുന്നുണ്ട്. നമ്മളിവിടെ യാത്രയിലുണ്ടായിരുന്ന ഒരു ലേഡി, ഫ്രം ജർമ്മൻ, ഒരു 10-20 വയസ്സ് പ്രായമുണ്ട്. അവൾ എല്ലാ ഐലൻഡിലും അവർ സ്നോർക്കലിംഗിന് വേണ്ടി ചാടുകയാണ്, സ്വിമ്മിങ്. പിന്നെ പേടിക്കാനില്ല, കാരണം അതിന് ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല അവിടെ എക്സ്പെർട്സായ ഗൈഡ്സിന്റെ ഒരു ഹെൽപ്പുമുണ്ട്. ഈ തീരങ്ങളെല്ലാം, ഈ പോയിരുന്ന ഐലൻഡ്സിന്റെ തീരങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ്, ഒരു അഴുക്ക് പോലും ഇല്ല. നമ്മുടെ ബീച്ചൊന്നും നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും നമ്മളവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലിയർ ആവുന്നത് താഴ്ത്തുവരെ നമുക്ക് നേക്കനേക്ക് കൊണ്ട് തന്നെ കാണാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് ദൂരേക്ക് നമ്മൾ സ്വിം ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടന്നു പോവുകയാണെങ്കിൽ കുട്ടികൾ പോലും അത് പേടിക്കാനുമില്ല. അത്ര ക്ലിയർ ആയിട്ടുള്ള സാധനമാണ്. പേര് തായ്ലൻഡ് എന്നുള്ള പേര് പോലെ തന്നെ ഐലൻഡ്സിന്റെ ഒരു കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന നമുക്ക് തന്നെ തോന്നും എന്താ ഇത്, അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള വിസിറ്റേഴ്സ് കുറച്ചേ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും അതുപോലെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അവർ പൊതുവെ ഈ ബാങ്കോക്കും പട്ടായയും അതുപോലുള്ള ആ പരിസരത്ത് മാത്രം നിൽക്കുന്നത്. ശരിക്കും തായ്ലൻഡിന്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സൗന്ദര്യം, ഒരു വിനോദസഞ്ചാരത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഐലൻഡ് ടൂർ മിസ്സാക്കാനേ പാടില്ല. ഐലൻഡ് ടൂർ ഒരു മസ്റ്റ് വാച്ചാണ്.